ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് പിന്നെ രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കാൻ പോവാണ്. പിട്ടും അതുപോലെ തന്നെ ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഇന്ന് അതല്ല, അംജൂട്ടന് സുഖമില്ല. അപ്പോൾ അംജൂട്ടന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ 9:30 ആകുമ്പോഴത്തേനും ഹോസ്പിറ്റലിൽ എത്തണം. അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനെല്ലാം പെട്ടെന്ന് റെഡി ആക്കിയിട്ട് പെട്ടെന്ന് പോകട്ടെ. അങ്ങനെ ഗൈസ്, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം പെട്ടെന്ന് മാറ്റി റെഡിയായി ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒന്ന് വെയ്യ കിടക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു തലേണൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവന് ഛർദി, നല്ല പനിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ച് അങ്ങനെ തിരിച്ച് വന്നപ്പോൾ വഴിയിൽ നമുക്ക് എന്തോ കടച്ചക്കൻ്റെ തൈ വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തി ഒരു ഷോപ്പിൽ നഴ്സറിയിൽ കേട്ടോ. അവിടെ നിന്നൊരു തൈയൊക്കെ മേടിച്ച് അപ്പോൾ ഫ്രണ്ടിൽ കയറിയിരിക്കുക കേട്ടോ. അംജൂട്ടന് അവരിറങ്ങിപ്പോയപ്പോൾ അവന് കാർട്ടൂണ് ശരിക്കും കാണാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ കയറിയിരിക്കുക. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ചെടികളുള്ള ഒരു നഴ്സറിയായിരുന്നു അത്. അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ ഉച്ചയൊക്കെ ആയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അവിടുന്ന് ചോറും ഒരു ഹോട്ടലിൽ കയറി ചോറും സാമ്പാറും ഒക്കെ കഴിച്ചു കേട്ടോ. അംജൂട്ടാ, അംജൂഷ്, ബേബി കുട്ടാ, ബേബിക്ക് ഇതിൽ ഏത് കാറാ ഇഷ്ടം? അതാ ഇഷ്ടം? അത് മുത്തുകാക്ക കൊണ്ടുവന്ന ക്യാറല്ലേ? അതിഷ്ടല്ല? ഏതാ കൂടുതൽ ഇഷ്ടം? എന്നാ അത് അമ്മച്ചിക്ക് തരുമോ? തരൂല? അങ്ങനെ രാത്രിയിൽ എനിക്ക് ചെരുപ്പ് വീട്ടിൽ നിന്ന് ഇടുന്ന അകത്തുനിന്ന് ഇടുന്ന ചെരുപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മേടിക്കാൻ കുറേ ആയി ഞാനിങ്ങനെ അനക്കാക്കാനോട് പറയണത്. ഇതുവരെ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മറ്റേ ചെരുപ്പാണെങ്കിൽ അകത്ത് നിന്നിടുന്ന ചെരുപ്പ് മൊത്തം പൊട്ടി നാശകോശമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഷോപ്പിൽ പോയി ഒരു ചെരുപ്പൊക്കെ മേടിച്ച് അങ്ങനെ അംജൂട്ടൻ്റെ മുടി വെട്ടിക്കാൻ വേണ്ടി അവർ രണ്ടുപേരും എന്നെ വഴിയിൽ ഇറക്കിയിട്ട് പോയിട്ട് ഞാൻ ഒറ്റയ്ക്ക് പിന്നെ മുകൾക്ക് കയറി വന്ന്. അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, അസ്സലാമു അലൈക്കും.